മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭ വികസിപ്പിച്ചു. നാഗ്പൂർ രാജ്ഭവനിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്, വിവരങ്ങൾ. ഏതാണ്ട് 10-ലേറെ പേർ ഇതിനോടകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾക്ക് ലഭിച്ച വിവരത്തിൽ നിന്ന് വ്യത്യസ്തമായി പരമാവധി 39 പേരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതായത് ആകെ മന്ത്രിസഭയുടെ അംഗബലത്തിൽ ഒരു അംഗത്തിന്റെ മാത്രം കുറവേ ഈ സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ ഉണ്ടാവുന്നുള്ളൂ. 43 പരമാവധി അംഗസംഖ്യ. അതിൽ നേരത്തെ മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തതോടെ 40 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 39 നികത്തപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുൻ മന്ത്രിമാർ തന്നെയാണ്. തുടക്കത്തിൽ ചന്ദ്രശേഖർ ബവൻകുലെ BJP സംസ്ഥാന അധ്യക്ഷൻ സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നാലെ രാധാകൃഷ്ണ വിഖേ പാട്ടീൽ, അദ്ദേഹം കഴിഞ്ഞ സർക്കാരിലും മന്ത്രിയായിരുന്നു. അദ്ദേഹം നേരത്തെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായിരിക്കെ പാർട്ടിയിൽ നിന്ന് വിട്ട് BJPയിൽ ചേർന്ന ആളാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പിന്നീട് ഹസൻ മുഷ്രിഫ് NCP അജിത് പവാർ വിഭാഗത്തിൽ നിന്നാണ് മുൻ മന്ത്രി വരുന്നു. അങ്ങനെ മുൻ മന്ത്രിമാരാണ് തുടക്കത്തിൽ മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഒരുപക്ഷെ പങ്കജ മുണ്ടയെ ഇത്തവണ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കില്ല എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവരും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ സത്യപ്രതിജ്ഞയിൽ നിന്ന് പ്രത്യേകമായി എടുത്തു പറയാൻ കഴിയുന്ന കാര്യം. ഏതായാലും പരമാവധി തർക്കങ്ങൾ ഈ മന്ത്രിമാരുടെ എണ്ണത്തിൽ തീർക്കാൻ കഴിഞ്ഞു എന്ന് മുന്നണിക്ക് ഇപ്പോൾ ആശ്വസിക്കാം. നേരത്തെ ഏതാണ്ട് 10 സീറ്റിലേറെ ഒഴിച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് രാവിലെ അടക്കം ലഭിച്ചിരുന്ന വിവരം. പിന്നീടും ചർച്ചകൾ നടന്നു എന്നതാണ് നാഗ്പൂരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നാഗ്പൂരിൽ നാളെ മുതൽ നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിൽ ശൈത്യകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അതിന് തൊട്ട് മുന്നോടിയായാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ നടക്കുന്നത്. നാഗ്പൂരിൽ തന്നെയുള്ള രാജ്ഭവനിൽ വെച്ചാണ് ഇപ്പോൾ ചടങ്ങുകൾ നടക്കുന്നത്. ഒരുപക്ഷെ നാളെ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഈ മന്ത്രിസഭാ വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ കാലതാമസം അത് പ്രതിപക്ഷം വലിയ തോതിൽ ഉയർത്താനും അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൂടി മുന്നിൽ കണ്ടാണ് ഈ സത്യപ്രതിജ്ഞ. പക്ഷേ അപ്പോൾ പോലും മന്ത്രിമാരുടെ വകുപ്പ്, അത് മുഖ്യമന്ത്രിയുടെ വകുപ്പ് പോലും ഇതുവരെ അന്തിമമായി തീരുമാനിച്ച് പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരം തർക്കങ്ങളാണ് വരും ദിവസങ്ങളിൽ ഇനി തീർക്കേണ്ടതുള്ളത്. ആഭ്യന്തര വകുപ്പ് ഏതായാലും വിട്ടു നൽകില്ല എന്ന് BJP ഉറപ്പിച്ചു പറയുന്നുണ്ട്. പകരം ഏക്നാഥ് ഷിൻഡെ നഗരവികസന വകുപ്പിനോടൊപ്പം റവന്യൂ വകുപ്പ് കൂടി വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ റവന്യൂ വകുപ്പ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് BJP ഇപ്പോഴും തുടരുന്നത്. ഈ രണ്ട് പാർട്ടികളും തമ്മിൽ റവന്യൂ വകുപ്പിന്റെ പേരിൽ വലിയ തർക്കങ്ങളുണ്ട്. പൊതുമരാമത്ത് വകുപ്പിനെ ചൊല്ലിയും ഇപ്പോൾ തർക്കമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കൃഷി, ധനകാര്യം എന്നീ വകുപ്പുകളാണ് അജിത് പവാർ വിഭാഗം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം നേരിട്ട് ദില്ലിയിൽ വീണ്ടും ഒരിക്കൽ കൂടി പോയി അമിത്ഷായുമായൊക്കെ കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്തിയതാണ്. അതുകൊണ്ട് ആ 2 വകുപ്പുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ ലഭിക്കാനാണ് സാധ്യത. ശരി, മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.